ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബീട്രൂട്ട് ഫേസ് പാക്കാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് മില്യൺ കണക്കിന് വ്യൂസാണ് കിട്ടിയത്. മില്യൺ കണക്കിന് കിട്ടിയ വ്യൂസ് മാത്രമല്ല, അതിൻ്റെ റിസൾട്ടിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം അത് എല്ലാവർക്കും എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത്. കറുത്തവരൊന്നും ഒരിക്കലും വെളുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വരാറുണ്ട്. ഞാൻ ഒരിക്കലും കറുപ്പിനെ താഴ്ത്തിക്കെട്ടി വെളുപ്പിനെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യുന്ന ഒരു വീഡിയോസേ അല്ല കേട്ടോ. അങ്ങനെയും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് കറുപ്പായാലും വെളുപ്പായാലും അതിന് ആ ഒരു രീതിയിലെടുത്താൽ മതി. എന്തിനാണ് വെറുതെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ റാസിസം ഫാസിസം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ ഇതിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത്. ചെറിയ കാര്യത്തിന് വലിയ വലിയ കാര്യങ്ങൾ വിളിച്ച് പറയുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് മുഖം വെളുക്കണോ, ശരീരം വെളുക്കാൻ ആഗ്രഹമുണ്ടോ, വെളുക്കാനാണോ ആഗ്രഹം, അതിന് പറ്റിയൊരു ടിപ്സ് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കറുത്തവരെ അധിക്ഷേപിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വെളുക്കാൻ ആഗ്രഹമുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാതിരിക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ഒരു ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഇട്ട സമയത്ത് ഒരുപാട് നല്ല കമൻസാണ് കിട്ടിയത്. പിന്നെ എല്ലാവർക്കും ഒരുപാട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് പേർക്ക് പൂപ്പൽ വന്നിട്ട് കേടായി പോകുന്നുണ്ട്. കുറേ കാലം അത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ വീക്കിലി ഒരു 2 ടൈംസ് ചെയ്യാനാണെങ്കിൽ ആ ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ട് തന്നെയാണ്. നമ്മളൊരു ചെറിയ ബീട്രൂട്ട് മാത്രം എടുത്താൽ മതി, ഒരു കഷ്ണം എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കുന്നതൊന്നല്ലല്ലോ, ഡെയിലി ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ബീട്രൂട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചിരകിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ നീര് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിരകിയെടുക്കണം. ഇല്ലാന്നാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിലിട്ടിട്ട് നിങ്ങൾക്ക് അടിക്കാം. പക്ഷേ അടിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ട് അടിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ എക്സാക്റ്റ് ആ ഒരു വെള്ളം നമുക്ക് വേണം, ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് തന്നെ നമുക്ക് വേണം. അതങ്ങനെ എക്സാക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചിരകിയെടുക്കുക തന്നെ വേണം. ഇതുപോലെ ചിരകി എടുത്തു കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മളെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ട അതിൻ്റെ നീര് നല്ല പെർഫെക്റ്റ് കിട്ടുന്നത്. ഈ ഒരു നീരാണ് നമ്മൾ ആ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബീട്രൂട്ട് ഫേസ് പാക്ക് എന്ന് പറയുന്നത് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നീര് ഒരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓരോരോ ദിവസം ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ എടുത്ത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മടി കൂടില്ലല്ലോ. അപ്പോൾ ഒരു 3 ദിവസത്തേക്കെല്ലാം മാത്രമേ നീര് വെക്കാൻ പാടുള്ളൂ. പിന്നെ അതിലൊരു ഇങ്ങനെ ഒരു പശപ്പ് പോലെ വരും. ബീട്രൂട്ട് കേടാകുന്നതാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യരുത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ബീട്രൂട്ട് ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫൈനായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം. അതായത് വറുക്കാത്ത പച്ചരിപ്പൊടി, പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് പിന്നെ നമ്മൾ പാലും കൂടി ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പാലിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ഫേസിലേക്ക് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മസാജ് 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഇത് തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുക കേട്ടോ. ഫുൾ ബോഡി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളടുത്ത് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലും ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് 10 മിനിറ്റ് വെച്ചതിന് ശേഷം കുളിക്കാം. അപ്പോൾ ബാത്തിങ് പൗഡർ ഉണ്ടാക്കി വെച്ച വീഡിയോ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെടുത്ത് പറഞ്ഞത്. പിന്നെ മുഖത്ത് ഫേസ് പാക്കായിട്ട് മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ തേച്ച് ഒരു ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും വെക്കുക. അതിനുശേഷം നമ്മളിത് കഴുകിക്കളയാം. ആ കഴുകുന്ന സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. ഇനിയിപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. അല്ല ഡെയിലി ചെയ്യുന്നവർക്ക് ചെയ്യാം. ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല പൗഡേർഡ് ആയിട്ടുള്ള അരിപ്പൊടി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി എടുക്കണം. ഒരിക്കലും അതിൽ തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. പക്ഷേ ഇതിലൊരു അടിപൊളി റിസൾട്ടാണ് നമ്മൾ ഫേസിൽ കിട്ടുന്നത്. ക്യാമറയിൽ ഇത്രേ വിസിബിൾ ആണെന്നുള്ളൂ. ശരിക്കും നേരിട്ടിട്ട് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കത് ട്രൈ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. യൂസ്ഫുൾ ആകുന്നതായിരിക്കല്ലേ, യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്തെന്നാണെന്നുള്ളത് നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. അപ്പോൾ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.